രാവിലെ നമുക്ക് കിട്ടിയൊരു ന്യൂസ് കുറച്ച് സങ്കടമുള്ള ഒരു ന്യൂസായിരുന്നു. ബിഗ് ഷെഫ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഷെഫ് നൗഷാദ് നമ്മൾ വിട്ടുപോയി. പുള്ളി ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ഓർമ്മകളുണ്ട്. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ഇടയ്ക്ക് വാട്സാപ്പ് ചെയ്യുമായിരുന്നു. ആദ്യമെല്ലാം കാണുമ്പോൾ നല്ല തടിച്ചിട്ട് നല്ല നല്ല വെയിറ്റൊക്കെ ഉണ്ടായിട്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം മാതൃഭൂമിയുടെ ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് മാതൃഭൂമിയിൽ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ നല്ല മെലിഞ്ഞിട്ട് പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചു ഇത് എന്ത് പറ്റിയത്, ഇങ്ങനെ മെലിഞ്ഞത് എന്താ സംഭവം. അപ്പോൾ അതിൻ്റെ സർജറി ഓവർ വെയിറ്റിനുള്ള സർജറി ചെയ്തിട്ട് കുറച്ചായി, അതുകൊണ്ട് അങ്ങനെ മെലിഞ്ഞതാണെന്നെല്ലാം പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കണ്ടപ്പം പഴയ അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രിയ സഖി എന്നുള്ളൊരു ഒരു മാഗസീൻ ഉണ്ടായിരുന്നു. അതിലെ ഫുഡ് കോളംസ് ഞാൻ നൗഷാദായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടാകും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മന്തും നമ്മളെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. വളരെ സൗമ്യനായിട്ടുള്ള നല്ല നോളജുള്ള കുക്കറിനെ കുറിച്ച് എന്ത് ചോദിച്ചാൽ നല്ല നോളജുള്ള ഒരു ആളെ. ഈ ഓവർ വെയിറ്റിനുള്ള ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ പുള്ളിക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുട്ടിന് ഒരു സർജറി കഴിഞ്ഞു. അതിനുശേഷം ഇടുപ്പിന് എന്തൊരു പ്രശ്നമായിട്ട് അതിൻ്റെ ഒരു അണുബാധയാണ് കൂടുതൽ പ്രശ്നമായതെന്നാണ് പറയുന്നത് കേട്ടത്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ 1.5 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വളരെ കൂടി. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഏറ്റവും കൂടുതലായത്. ഒരിടയ്ക്ക് നമ്മൾ മാതൃഭൂമിയുടെ തന്നെ ക്ലബ് ഓഫ് എമ്മിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായപ്പോൾ ഈ മലബാർ കുക്കറിനെ കുറിച്ച്, അതേപോലെ കൈമ റൈസ്, ബിരിയാണി റൈസിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന മലബാർ ഭാഗത്ത് ബിരിയാണി ഫേമസ് ആണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ട്രിവാൻഡ്രം, തിരുവല്ല ആ ഭാഗത്തേക്ക് അധികം ഫേമസ് അല്ലാത്ത സമയത്താണ് പുള്ളി എന്നെ കൊണ്ടുവന്നത്. ഒരു ബിഗ് ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഹോട്ടൽ ശൃംഖല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കേറ്ററിംഗ് ഉണ്ടായിരുന്നു. 55 വയസ്സായിരുന്നു. എന്തായാലും സങ്കടമായിട്ടുള്ള ഒരു ന്യൂസായി. എന്താ പറയുക, ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് ഈ മാസം 12-ാം തീയതിയാണ് മരിച്ചത്. ആ സമയത്ത് ഹോസ്പിറ്റലായിരുന്നു. പുള്ളി കുറച്ചൊരു മോശം കണ്ടീഷനിലായിരുന്നു. അപ്പം അവിടെ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ബോഡി കാണിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പുള്ളി കുറച്ചും കൂടെ ഡൗൺ ആയി എന്ന് കേട്ടു. അതിലും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ 13 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് അവർക്കുള്ളത് അല്ലേ. അമ്മൂക്ക് ഇതെല്ലാം താങ്ങാനുള്ള കഴിവ്, ശക്തി കൊടുക്കട്ടെ. സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയാം അല്ലേ. അദ്ദേഹത്തിനും പരലോകത്ത് നല്ല സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.